നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ആളുകൾ കൂടുതലും എന്താ പറയുക, ഈ വാങ്ങൽ വിൽക്കൽ വിനിമയത്തിലൂടെ കിട്ടുന്ന ലാഭനഷ്ടങ്ങൾക്കുപരി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് പ്രോപ്പർലി ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് സ്റ്റേക്കിംഗ് എന്ന് പറയും. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ വാങ്ങിച്ചിട്ടേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞ് വിൽക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ആ ക്രിപ്റ്റോ കറൻസികളെ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മുടെ വാലറ്റിൽ വെറുതെ കിടക്കുന്ന സാധനം ആ പ്രോഗ്രാമിൽ നമ്മൾ വെറുതെ കിടക്കാൻ അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ അനുവദിക്കുന്നത് വഴി ആ പ്രോഗ്രാം എന്ത് ലാഭം ഉണ്ടാക്കുന്നോ ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വരുമാനം കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് സ്റ്റേക്കിങ്. ഈ സ്റ്റേക്കിങ്ങിൽ തന്നെ ഇഷ്ടം പോലെയുള്ളതുണ്ട്, റിസ്ക് ഉള്ളതുണ്ട്, റിസ്ക് ഇല്ലാത്തതുണ്ട്. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ള റിസ്ക് വളരെ കുറവുള്ള അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന റിസ്കുകളുള്ള സ്റ്റേക്കിംഗ് പ്രോഗ്രാമുകളായിരിക്കും. അങ്ങനെ ഒരു സ്റ്റേക്കിംഗ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് DBank അല്ലെങ്കിൽ DWorld. ഈ DWorld എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലെ ഒരു പ്രൊജക്റ്റായ ഡയലൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ ബാങ്ക്. ഈ ബാങ്ക് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ആദ്യത്തെ പ്രൊജക്റ്റാണ് സ്റ്റേക്കിങ്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സീറോ റിസ്കിൽ, എന്ന് വെച്ചാൽ ഡായി എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കോയിൻ നമുക്ക് വാങ്ങിച്ച്, എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസിന് വേറെ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വരുമാനം കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ എടുത്ത് നമ്മൾ സ്റ്റേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡായിലാണെങ്കിൽ നമുക്ക് ഒരു മാസം കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ടോക്കണിലുള്ള പ്രൈസ് വേരിയേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സ്റ്റേബിൾ ആയിരിക്കും, US ഡോളറിൻ്റെ സെയിം പ്രൈസ് ആയിരിക്കും. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും വോളറ്റൈൽ ആയിട്ടുള്ള ടോക്കണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ നമുക്ക് അതിനോടൊത്ത്, അതായത് നമുക്ക് അവിടെ കിട്ടുന്ന ലാഭവിഹിതത്തിൻ്റെ മാത്രമല്ല, ആ എന്തുമാത്രം കൂടുന്നുണ്ടോ ആ കൂടുന്നത് കൂടി അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആയി വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ജെന്യൂൻ ഒരു ഡൗട്ടാണ്, ഇൻ കേസ് ടോക്കണിൻ്റെ പ്രൈസ് കുറഞ്ഞാലോ? എപ്പോഴാണ് ഒരു ടോക്കണിൻ്റെ പ്രൈസ് കുറയുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടോക്കണിൻ്റെ പ്രൈസ് എപ്പോഴാണ് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ബൈയിങ്ങിനേക്കാൾ കൂടുതൽ സെല്ലിങ് നടക്കുകയാണെങ്കിൽ, ആ ടോക്കണിൻ്റെ സെല്ലിങ് നടക്കുകയാണെങ്കിൽ ടോക്കണിൻ്റെ വില കുറയും. ഇനി സെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ബൈയിങ് ആണ് നടക്കുന്നതെങ്കിലോ ടോക്കണിൻ്റെ വില കയറും. ഇനി നമ്മുടെ ഡെക്റ്റ് ടോക്കണിലേക്ക് വരാം. ഡെക്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ല നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. പുതിയ ടോക്കൺ, ടോട്ടൽ സപ്ലൈയിൽ നിന്നുള്ള ടോക്കൺ നമ്മൾ മിൻറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ടോട്ടൽ സപ്ലൈയിൽ നിന്നുള്ള ആ നിശ്ചിത എന്താ പറയുക എമൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ മിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ പുതിയ ടോക്കൺസ് ആണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ടോട്ടലി മാർക്കറ്റിൽ നോക്കുമ്പോൾ ബൈയിങ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും സെല്ലിങ്ങിനേക്കാളും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഡെക്റ്റ് ടോക്കൺസിൻ്റെ സ്റ്റേക്കിംഗ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഇത് ഈ ബൈയും സെല്ലും ഒക്കെ ഒന്ന് ഈക്വലി ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മളൊരു കണക്ക് കൂട്ടുന്നത് 10 മാസത്തിനടുത്തെടുക്കും. ഈ 10 മാസ കാലയളവിനുള്ളിൽ നമുക്ക് എന്താ പറയുക, ഈ സ്റ്റേക്ക് കാര്യങ്ങൾ നമ്മളിടുന്ന എമൗണ്ട്, റിവാർഡ് കാര്യങ്ങൾ തിരിച്ചു വരുന്ന രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 to 10x വരെയൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് ഇതുവഴി ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞോളാം, ഈ എസ്പെക്റ്റ് നമുക്ക് എല്ലാവർക്കും സ്റ്റേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഡെക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഡയലൻ വേൾഡിൻ്റെ ഉള്ളിലെ യൂട്ടിലിറ്റി ടോക്കണിനെ, ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ? എല്ലാവർക്കും സ്റ്റേക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അറിഞ്ഞിരുന്നോളാം, ടോട്ടൽ സപ്ലൈ 96 കോടി മാത്രമേ ഉള്ളൂ. അതിലൊരു 25 to 30% എന്ന് വെച്ചാൽ ഒരു 25 കോടിക്കടുത്ത് ഏതാണ്ടാണ് ടോട്ടൽ ഡെക്റ്റ് സ്റ്റേക്കിങ്ങിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡെക്റ്റുള്ളൂ. അത് റിവാർഡ്സ് അടക്കമാണ് ഈ 25 കോടി. അപ്പോൾ ഈ 25 കോടി കൂടാതെ, അതായത് 25 കോടിയിൽ സ്റ്റേക്ക് ചെയ്യാൻ എന്തുമാത്രം ഉണ്ടാവും? അതിൻ്റെ 1/3 ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 9 കോടി ഡെക്റ്റിനടുത്തേ ഉണ്ടാവുള്ളൂ. ഈ 9 കോടി ഡെക്റ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഡെക്റ്റ് ഒരാൾക്ക് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഒരു ഡെക്റ്റ് സ്റ്റേക്ക് ചെയ്തേക്കുന്ന ഒരാൾ അത് വിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സ്റ്റേക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആരെങ്കിലും വിൽക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാണേലും വിൽക്കുന്നതിന് അതിനൊരു ഹയർ പ്രൈസ് കാര്യങ്ങൾ ഇടാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് ഡെക്റ്റ് കിട്ടുന്ന ഈ ഒരു പ്രൈസിൽ മുന്നോട്ട് വരുന്ന കാലങ്ങളിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ
അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്മളിത് ഈ ഒരു അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കാര്യങ്ങൾ വേണം, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.